പശ്ചിമേഷ്യ ആളിക്കത്തിക്കുന്ന യുദ്ധത്തിൽ ഇറാന്റെ കരുത്ത് ചെറുതല്ല. സംയുക്ത ആക്രമണത്തിന് മേൽ ഇറാൻ പണിത കരുത്തുറ്റ നിലപാട് ഇന്ന് ലോകങ്ങളെ തന്നെ അമ്പരപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഇതാ മധ്യ ഇറാനിൽ അമേരിക്കയുടെ അത്യാധുനിക F-35 എന്ന യുദ്ധവിമാനം തകർത്തതായി അവകാശപ്പെട്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് രംഗത്തെത്തുകയാണ്. IRGCയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായിട്ടുള്ള ഫാസ്റ്റ് ന്യൂസ് പുറത്തുവിട്ട ടെലഗ്രാം സന്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഒരു വശത്ത് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയുന്നു, മറുവശത്ത് ഇറാന്റെ പ്രഹരം വലിയ രീതിയിൽ തന്നെ അവർ കേൾക്കുന്നു. ഇപ്പോൾ തന്നെ നോക്കിക്കേ, അത്യാധുനിക വിമാനം F-35 എന്ന യുദ്ധവിമാനം ഇറാൻ തകർത്തിരിക്കുകയാണ്. വിമാനം പൂർണ്ണമായിട്ട് തകരുകയും നിലം പതിക്കുകയും ചെയ്തതായിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിമാനത്തിനുണ്ടായ കനത്ത നാശനഷ്ടങ്ങൾ കാരണം പൈലറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. അപകടത്തിന്റെ ആഘാതത്തിൽ വലിയ സ്ഫോടനം നടന്നതിനാൽ ഈ പൈലറ്റിന് വിമാനത്തിൽ നിന്ന് പാരച്യൂട്ട് വഴി രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, അത്രയേറെ പ്രഹരം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇറാൻ. അതേസമയം IRGCയുടെ അവകാശവാദങ്ങളോട് US സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല. യുദ്ധവിമാനം വെടിവെച്ചിട്ട് എന്ന IRGCയുടെ മുൻപത്തെ അവകാശവാദങ്ങളെ തള്ളി അമേരിക്ക രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾക്ക് ഭീഷണികൾക്കും മറുപടിയായിട്ടാണ് ഈ ഒരു സൈനിക നടപടി ഇറാൻ നടത്തിയത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വരും മണിക്കൂറുകളിൽ മേഖലയിൽ കൂടുതൽ സൈനിക നീക്കങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള സൂചനയാണ് അന്താരാഷ്ട്ര നിരീക്ഷകരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിമാനം വെടിവെച്ചിട്ട് എന്ന ഇറാന്റെ വാദം ശരിയാണോ എന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര നിരീക്ഷകർ കൂടുതൽ സ്ഥിരീകരണത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ മേഖലയിലെ പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കുകയാണ്. തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനായിട്ട് സൈനിക നീക്കങ്ങൾക്ക് അനുമതി നൽകുന്ന പ്രമേയത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് അബ്ബാസ് അരാഗ്ചി ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതിനിടയിലാണ് ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ F-35 എന്ന അത്യാധുനിക യുദ്ധവിമാനം ഇറാൻ തകർക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടരുകയല്ലാതെ മറ്റു മാർഗമില്ല. ഇനി ചർച്ചകൾക്കോ സമാധാനത്തിനോ തൽക്കാലം ഇറാൻ നിൽക്കുന്നില്ല. എങ്കിലും ഈ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരുപക്ഷെ സമാധാന രീതിയിലേക്ക് വരും. എന്നിരുന്നാലും യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇറാൻ ആയതുകൊണ്ട് ഏത് തരത്തിൽ എങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ളത് ഇറാന് മാത്രമേ അറിയൂ. ഈ പറയുന്ന അമേരിക്കയ്ക്ക് വലിയൊരു പേടിയുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈനികരില്ല. ഇപ്പോൾ യുദ്ധോപകരണങ്ങൾ വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിക്കുന്നു. കഴിഞ്ഞ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു, ഈ എബ്രഹാം ലിങ്കൻ പോലുള്ള USSന്റെ കപ്പൽ എല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി ജെറാൾഡ് ഫോർഡ് കപ്പൽ കത്തി നശിച്ചു എന്നുള്ള വാർത്തകൾ വരുകയാണ്. ഇതിനിടയിലാണ് അത്യാധുനിക ഈ യുദ്ധ വിമാന തകർത്തു എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും കാര്യങ്ങൾ നടക്കുന്നതിനിടയിലും ഇറാന്റെ കരുത്ത് എത്രത്തോളമാണെന്ന്. എന്തായാലും അങ്ങനെ ഒരു നീക്കം നടക്കുന്നത് ഇനി ഈ ഒരു വരും മണിക്കൂറുകളിൽ എന്തൊക്കെയായിരിക്കും അടുത്തൊരു പ്രശ്നം അല്ലെങ്കിൽ അടുത്ത ഒരു ആക്രമണം എന്നത് കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഈ ഒരു ആക്രമണം നടത്തി ഇനി ഈ പറയുന്ന അമേരിക്ക തിരിച്ചടിക്കുമോ അതോ ഏതെങ്കിലും തരത്തിലൊരു സമാധാന രീതിയിലേക്ക് പോകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ കനത്ത നാശനഷ്ടമാണ് അമേരിക്ക ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ മേഖലയിൽ പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുമെന്നാണ് ഇറാന്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അബ്ബാസ് അരാഗ്ചി പറയുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രിയാണ് അദ്ദേഹം പറയുന്നതാണ്, ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ യുദ്ധം ഇത്തരത്തിൽ നിൽക്കില്ല, വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. എന്തായാലും തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കൊക്കെ തുറക്കുന്നതിനായിട്ട് വലിയൊരു ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് വലിയ രീതിയിൽ തന്നെ ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇറാനിലുടനീളം അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രയേലും അമേരിക്കയും രംഗത്തെത്തുമ്പോൾ തിരിച്ചടി എന്ന് പറയുന്നത് ചെറുതല്ല. അവിടെയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. എന്തായാലും പുനർനിർമ്മിക്കാൻ കഴിയാത്ത വിധത്തിലാണ് അവിടുത്തെ ആക്രമണം നടക്കുന്നത്. മാത്രമല്ല ടെഹ്റാനിലെ കെട്ടിടങ്ങളൊക്കെ തകരുന്ന ഒരു അവസ്ഥയാണ്. അവിടുത്തെ ജനങ്ങൾ മാറി താമസിക്കുന്ന ഒരു അവസ്ഥയാണ്. വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത ഇസ്രയേലിൽ ഉണ്ടാകുന്നുണ്ട്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന
കനത്ത പ്രഹരം അവരെ വല്ലാണ്ട് ആശങ്കയിലാക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ അവിടുത്തെ സൈനികരും കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതിനിടയിലാണ് ഇറാൻ തന്റെ ശക്തി കൂട്ടുന്നത്, ആക്രമണത്തിന്റെ നിലപാടുകൾ കൂട്ടുന്നത്, അല്ലെങ്കിൽ നിലപാടുകൾ മറ്റൊരു തരത്തിലേക്ക് മാറ്റുന്നതും പുതിയ തലത്തിലേക്ക് യുദ്ധം പോകുന്നതും. അങ്ങനെ തുടരെ തുടരെ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, ഈ ഒരു 30 ദിവസം പിന്നിടുമ്പോൾ പലരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഇറാൻ മുട്ടുകുത്തി, ഇറാൻ കാലുമടക്കി, അല്ലെങ്കിൽ ഇറാൻ അവിടെ തോറ്റുപോയി, ഇനി ഇറാന് ഒന്നുമില്ല, ഇറാന്റെ നേതാക്കളെ എല്ലാം വധിച്ചു, അതുകൊണ്ട് ഇറാൻ ഇനി ഒരു കാര്യവുമില്ല, ഇറാൻ അമേരിക്കയും ഇസ്രയേലിന്റെ മുന്നിൽ പത്തി താർത്തു കരഞ്ഞ് അപേക്ഷിക്കുകയാണെന്നൊക്കെ. സത്യത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, 30 ദിവസം പിന്നിടുമ്പോൾ ഈ പറയുന്ന ഇസ്രയേലും അമേരിക്കയും യുദ്ധം വലുതായിട്ട് നടത്തുന്നില്ല എങ്കിൽ പോലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ദിവസേന യുദ്ധം, അതായത് മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും നടക്കുകയാണ്. അവിടെ സൈനികർ കുറയുന്നില്ല, അവിടുത്തെ യുദ്ധോപകരണങ്ങൾ തീരുന്നില്ല, അവർക്ക് അത്യാധുനിക ആയുധശേഖരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ നിലവിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി അമേരിക്ക നോക്കിക്കേ, 10 ദിവസത്തെയും 5 ദിവസത്തെ അവധി ചോദിച്ചു. ഇപ്പോൾ ഇസ്രയേലിന്റെ ഒരു കാര്യം പറയുകയാണ്, അതായത് ഞങ്ങൾ ഇസ്രയേലിനോട് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ യുദ്ധം തൽക്കാലം നിർത്താൻ അവർ സമ്മതിക്കും, ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന ആളാണ് ഇസ്രയേൽ എന്നുള്ളത്, അല്ലെങ്കിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നുള്ളതാണ് ഈ പറയുന്ന ഈ ട്രംപ് പറയുന്നത്. ഈ ട്രംപ് ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം, 5 ദിവസത്തെയും 10 ദിവസത്തെ അവധി ചോദിച്ച് യുദ്ധം തൽക്കാലമായിട്ട് നിർത്താം എന്ന് പറഞ്ഞതിനിടയിലാണ് ഇസ്രയേലിന്റെ ആക്രമണം ഇറാനിലേക്കുണ്ടായത്. അത് ഇറാന് അതിഭീകരമായിട്ട് തന്നെ തിരിച്ചടിക്കുകയും ചെയ്തു. അത് ഇസ്രയേലിലേക്ക് മാത്രമല്ല അമേരിക്കയിലേക്കും കൂടി ആക്രമണം നടത്തി. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ പറയുന്നത് പോലെ തന്നെ ഇറാന്റെ കരുത്ത് പുതിയ പുതിയ തലത്തിലേക്ക് മാറുന്നത്. ഈ 30 ദിവസം പിന്നിടുമ്പോൾ കാണാൻ സാധിക്കുന്നത് മാനിപ്പുലേറ്റിംഗ് കിങ്ങും കൂട്ടുകാരനും കൂടി ചേർന്ന് അങ്ങോട്ടേക്ക് സംയുക്തമായിട്ട് നടത്തിയ ആക്രമണത്തിന്മേൽ വലിയൊരു പ്രഹരം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇറാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നു. പൊള്ളയായിട്ടുള്ള വാർത്തകൾ വരുന്നു, വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇതൊക്കെ ട്രംപാണ് കേട്ടോ ചെയ്യുന്നത്. എന്തായാലും ഇങ്ങനെ കാര്യങ്ങൾ നീങ്ങുന്നതിനിടയിലാണ് ഇറാൻ തന്റെ നിലപാടുകൾ എപ്പോഴും കടുപ്പിച്ച് പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് പ്രവർത്തനത്തിലൂടെ ഈ ആക്കിയെടുക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ യുദ്ധത്തിന്റെ ഒരു ഗതി ഇറാൻ കൊണ്ടുപോകുന്നത്. എന്തായാലും കരയാക്രമണത്തിന് തുനിയുന്ന ഓരോ അമേരിക്കൻ സൈനികരെയും വകവരുത്തുമെന്നും ഹോർമുസ് കടലിടുക്കിൽ പുതിയ സ്റ്റാറ്റസ് കോ ഏർപ്പെടുത്തുമെന്നാണ് ഇറാൻ പറയുന്നത്. ഹോർമുസിൽ UN മേൽനോട്ടം വേണമെന്നാണ് ഗൾഫ് രാജ്യങ്ങൾ പറയുന്നത്. എന്തായാലും നയതന്ത്ര പ്രശ്ന പരിഹാരമാണ് വേണ്ടത് എന്നാണ് റഷ്യയും ചൈനയും പറയുന്നത്. ഇനി ഇറാന് പുറമെ ഇസ്രയേൽ നഗരങ്ങൾക്ക് ഒരു മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂത്തികളും രംഗത്തെത്തുകയാണ്. വളരെ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ പറയുന്നു, ഈ റഷ്യയും ചൈനയും രംഗത്തെത്തുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നമായിരിക്കുകയാണ്. ഇനി ഈ ഒരു യുദ്ധത്തിനൊരു പരിഹാരം കണ്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ആകെ മൊത്തത്തിൽ പ്രശ്നത്തിലാകും, വളരെ പ്രതിസന്ധിയിലാകും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്താനുള്ള നീക്കങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളും, അതായത് പശ്ചിമേഷ്യയും ഈ പറയുന്ന റഷ്യയും ചൈനയൊക്കെ പറയുന്നത്. കാരണം അവർക്കും നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ പ്രശ്നം നേരിടുകയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു നടത്തി ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണമെന്നും ഈ കടലിടുക്കൊന്ന് തുറന്നു കിട്ടണമെന്നൊക്കെ അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്നാൽ മറുവശത്ത് ഹൂത്തികളുടെ ഭാഗത്ത് നിന്നും വലിയ ആക്രമണം അല്ലെങ്കിൽ മിസൈൽ മഴ ഇസ്രയേലിലേക്ക് കടക്കുകയാണ്. ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ വലിയ പ്രശ്നമാണ് ഇസ്രയേലിന് ഉണ്ടാകുന്നത്. മറ്റൊരു കനത്ത തിരിച്ചടി കൂടി ഉണ്ടാകുകയാണ്. അതായത് ഇസ്രയേലിലെ അംബാസിഡറെ പിൻവലിച്ച് സ്പെയിൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാനെതിരായിട്ടുള്ള US ഇസ്രയേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് സ്പെയിൻ ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എല്ലാ തരത്തിലും അവർക്ക് കനത്ത നഷ്ടം ഉണ്ടാകുകയാണ്. ഇനി സ്ഥിരമായിട്ട് അംബാസിഡറെ പിൻവലിക്കാനായിട്ട് ഉള്ളൊരു തീരുമാനം എന്ന് പറയുന്നത്, ഇനി അംബാസിഡറെ പിൻവലിക്കുന്നതിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ പദവി, അതായത് ചാർജ് ഡി അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു താഴ്ന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് ഇസ്രയേലിന് കനത്ത തിരിച്ചടിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇസ്രയേലിന്റെ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇസ്രയേലിന് നാനാ ഭാഗത്തു നിന്നും ആക്രമണങ്ങളിലൂടെയും പല രീതിയിലൂടെയും സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായിട്ടും എല്ലാം തിരിച്ചടി ഏൽക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ അതിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. അതായത് സർവേയിലൊക്കെ എടുത്തു നോക്കുമ്പോൾ ഈ പറയുന്ന ഇസ്രയേലിലെ ജനം ഈ പറയുന്ന ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടിയോട് ഒട്ടും തന്നെ യോജിക്കാത്തൊരു സാഹചര്യം കൂടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇനി അമേരിക്കയിലും ഈ പറയുന്നത് പോലെ തന്നെ ഈ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നതിനിടയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇറാനിൽ US
സൈന്യം കരയുദ്ധത്തിന് ഇറങ്ങിയാൽ അധിനിവേശക്കാരിൽ ഒരാൾ പോലും ജീവനോടെ തിരികെ പോകില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, വക വരുത്തുമെന്നുള്ളത്. അത് സത്യമാക്കും എന്നുള്ള നിലപാടിലാണ് ഇറാൻ ഇപ്പോൾ ഉള്ളത്. കരയുദ്ധത്തിന് സജ്ജരായിരിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ശത്രുക്കളുടെ നീക്കം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഈ ഒരു നീക്കങ്ങൾ നടത്തുമ്പോൾ തന്നെ അപ്പുറത്തെ അല്ലെങ്കിൽ മറുവശത്തായിട്ട് അമേരിക്ക 2500 മനീറുകളെയും ആയിരക്കണക്കിന് പാരാട്രൂപ്പുകളെയും പുതുതായിട്ട് വിന്യസിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ നിർണായകമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വരവിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ഈ ഒരു ചരക്കിടനാഴി പിടിച്ചെടുത്ത് സംരക്ഷിക്കാനുള്ള ധൈര്യം കാണിക്കണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. പക്ഷേ ഇതിനൊന്ന് ആലോചിച്ച് നോക്കിക്ക്, ആദ്യം ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുകയാണെന്ന് ഇറാൻ പറഞ്ഞപ്പോൾ അമേരിക്ക പറഞ്ഞാണ്, നിങ്ങളുടെ കപ്പൽ അയക്കൂ, അവിടെ സുരക്ഷിത ഒരുക്കാൻ അല്ലെങ്കിൽ അവിടെ ഒരു സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ അമേരിക്കൻ ട്രംപിന്റെ ഒരു കപ്പൽ പോലും ഇന്ന് അവിടെ ഇല്ല. മാത്രമല്ല ഈ US അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നീക്കങ്ങൾ നടത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. ആദ്യം ഒരുപാട് കപ്പലൊക്കെ ഇറാനെ വിഴുങ്ങും, ഇറാന്റെ തീരത്ത് നങ്കുരമിട്ടിരിക്കുന്ന എബ്രഹാം ലിങ്കൻ, USS ജെറാൾഡ് ഫോർഡ് എന്ന കപ്പലുകളൊക്കെ നിർണായകമായിട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഇറാനെ തീർത്തുകളയും, ഇറാനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഈ കപ്പലുകളൊക്കെ ഇന്ന് എവിടെയാണെന്നുള്ള ഒരു ചോദ്യചിഹ്നം ബാക്കിയാണ്. കാരണം നേരത്തെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് USS ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന കപ്പൽ ഇനി ഒരു വർഷത്തേന് ലോകം കാണിക്കത്തില്ലെന്ന്. കാരണം അത്രയേറെ പ്രഹരം ഇറാന്റെ പക്കൽ നിന്നുണ്ടായി. അപ്പൊ ഇങ്ങനെയൊക്കെ നീക്കങ്ങൾ നടത്തുകയാണ്. ഇത്തരം നീക്കങ്ങളിൽ എന്തായാലും ഇറാൻ വീഴില്ല എന്നത് മറ്റൊരു കാര്യമാണ്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം 70 ലക്ഷം സൈനികർ ഇപ്പോൾ ഇറാനുണ്ട്. അപ്പോൾ ഇത്രയും സൈനികരും അതുപോലെ തന്നെ അവർ കണ്ടിട്ടില്ലാത്ത, ഇനി പുറത്തെടുത്തിട്ടില്ലാത്ത ആയുധങ്ങളും ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രോണുകളും മിസൈലുകളും ബോംബുകളും ഉള്ളപ്പോൾ, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇറാൻ അവരുടെ മുന്നിൽ കാല് പിടിക്കില്ല. ഇത്രയും സന്നാഹങ്ങൾ അവരുടെ പക്കൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇറാൻ അതിന്റെ ഒരു ആവശ്യമില്ല. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടരുകയാണ്. അത് എന്ന് അവസാനിപ്പിക്കുമെന്നുള്ള ഒരു ചോദ്യമാണ്. എന്തായാലും സമാധാനം കൊണ്ടുവരാൻ റഷ്യയും ചൈനയും മുന്നിട്ട് നിൽക്കുമ്പോൾ അത് എത്രത്തോളം സാധ്യമാകും എന്നതാണ് കണ്ടറിയേണ്ടത്.